സമസ്തയിലെ ഒരു വിഭാഗത്തിനെതിരെ ഭിന്നത രൂക്ഷമാവുകയാണ്. സമാന്തര സമ്മേളനങ്ങളുമായി ലീഗ് അനുകൂല സുന്നി വിഭാഗം ഇന്നലെ കോഴിക്കോട് സമ്മേളനം നടത്തിയിരുന്നു. പി.വി. ജോഷില വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ലീഗുമായിട്ടുള്ള സമസ്തയുടെ അതൃപ്തി വലിയ രീതിയിൽ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിലാണ് അഭിപ്രായ പ്രകടനങ്ങൾ പരസ്പരം പങ്കുവച്ചത് എന്നൊക്കെ. ഉമർ ഫൈസി മുക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു. ഇന്നലെ ഈ ആദർശ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് ലീഗ് അനുകൂല സമസ്ത വിഭാഗം പറയുന്നത്? വിനിഷ, സമസ്തയിൽ തന്നെ ചേരിപ്പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ചേരിപ്പോര് ഇല്ലാതാക്കാൻ, അതായത് 35 വർഷം മുൻപാണ് കാന്തപുരം വിഭാഗം സമസ്തയിൽ നിന്നും പോയത്. അത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോകാൻ സമസ്തയെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ ലീഗ് അനുകൂല സുന്നി വിഭാഗം സമാന്തര സമ്മേളനം നടത്തിയത്. ഇത് തന്നെ സമസ്തയിലെ ഒരു വലിയ ഭിന്നിപ്പിന്റെ കാരണമായി മാറുന്ന അവസ്ഥയാണുള്ളത്. കാരണം ഇന്നലെ അവർ പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം മായിൻ ഹാജി അടക്കമുള്ള, നേരത്തെ കോഴിക്കോട് ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് മായിൻ ഹാജി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അതിനെ ലീഗ് അനുകൂലമാക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. സമാന്തര സമ്മേളനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ വിളിച്ചു ചേർക്കാനുമുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. എന്തായാലും സമസ്തയിൽ ഒരു വലിയ പോരിന് തന്നെയുള്ള ഒരു മുഖം തുറക്കുകയാണ് എന്ന് വേണം ഇന്നലത്തെ ലീഗ് അനുകൂല സുന്നി വിഭാഗത്തിന്റെ സമാന്തര സമ്മേളനത്തോടുകൂടി വ്യക്തമാകുന്നത്. എന്തായാലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പോലെയല്ല, സമസ്തയിൽ ഭിന്നത രൂക്ഷമാണ്. യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക്, അതായത് കാന്തപുരം വിഭാഗം പോയതുപോലെ തന്നെ മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ് എന്നുള്ള അവസ്ഥയിലേക്കാണ് ഉദ്ഘാടകൻ പോലും പ്രസംഗത്തിൽ പറഞ്ഞത്. അത്തരം ഒരു രീതിയിലേക്ക് അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് വിരോധമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ലീഗ് വിഭാഗം സുന്നികളുടെ ഈ സമാന്തര സമ്മേളനത്തിൽ ആകെ കൂടി മുഴച്ചു നിന്നത്. എന്തായാലും ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കാനുള്ള ഒരു ഒരുക്കം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വേണം പറയാൻ. എന്നാൽ സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പറഞ്ഞതിന് നേരെ വിപരീതമായിരുന്നു ഇന്നലെ നടന്ന സമാന്തര സമ്മേളനം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മിനിഷ.